ബിരിയാണി അടുത്ത സ്ഥലത്തേക്ക് വലയിടാനായിട്ട് ഓടിപ്പോയിക്കൊണ്ടിരിക്കേണ്ട. കഴിഞ്ഞ തവണത്തെ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നല്ല കാറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ കാറ്റില്ലാത്ത സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ ഓടിപ്പോണത്. പിന്നിപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഒരു 3-3:30 ആകുമ്പോൾ നമ്മൾ സ്ഥലത്തെത്തോളൂട്ടാ. എല്ലാവർക്കും ഗിൽനെറ്റ് ഫിഷിങ്ങിന്റെ എപ്പിസോഡ് 6ലേക്ക് സ്വാഗതം. അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ എത്തിച്ചേരണതിന് മുന്നേ വല ഒരുപാട് നമുക്ക് പിണഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടാവും. അപ്പം അതെല്ലാം റെഡിയാക്കിയിട്ട് വേണം നമ്മൾ അടുത്ത സ്ഥലത്തെത്തി വലയിടാനായിട്ടാ. കാറ്റും കോളുള്ള സമയത്തൊക്കെ വല ഇങ്ങനെ പിണഞ്ഞു തന്നെ സ്വാഭാവികമുണ്ട്. ഇന്ന് നമ്മുടെ ബോട്ടിൽ പ്രിപ്പയർ ചെയ്യണ നല്ല കിടിലൻ ഫിഷ് ബിരിയാണിയാണ്ട. അതും കേര വെച്ചാണ്ട. കേരയും ചൂരയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പലരും ചോദിക്കാറുണ്ട്. കേരയും ചൂരയും തമ്മിലുള്ള ഡിഫറൻസ് മീറ്റിനകത്തും ടേസ്റ്റിനകത്താണ് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ വിലയിലും ഉണ്ട് കേട്ടോ. കേരക്കാണ് കൂടുതൽ ടേസ്റ്റ് വന്നതും വിലയും കേരക്കാണ്. ഇത് നമ്മിപ്പോൾ എടുത്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ യെല്ലോ ഫിൻ ടൂണയാണ്. അതിൻ്റെ ആ ഒരു ഫിൻസിന് യെല്ലോ ഉണ്ട്, അതുകൊണ്ടാണ് യെല്ലോ ഫിൻ ടൂണ എന്ന് പറയുന്നത്. നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും, ഇവർ മീൻ വെട്ടുന്ന രീതിയെല്ലാം വളരെ വ്യത്യസ്തമുണ്ട്. പൊതുവേ ട്യൂണ ഫിഷിൽ മുള്ള് കുറവാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുള്ളെന്ന് പറയുന്ന സാധനമേ എടുക്കില്ല. മീനിന്റെ മീറ്റ് മാത്രം ഇങ്ങനെ സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്താണ്ട് എടുക്കണം. ആദ്യം തന്നെ മീൻ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് വറുത്ത് അതിനുശേഷമാണ് നമ്മൾ റൈസിലേക്ക് എന്താ പറയുക ഒരു ദമ്മ് സെറ്റപ്പാണ് നമ്മൾ ഈ ബിരിയാണി ചെയ്യുന്നത്. പിന്നെ ഫിഷിംഗ് ബോട്ടിലെ ബിരിയാണിയുടെ കാര്യം പറയേ വേണ്ടല്ലോ, ഫ്രഷ് മീനാണ് കിട്ടുന്നത്. അപ്പോൾ അതേ നാഗരാജന് ഇവിടെ മീൻ ബിരിയാണിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവർ ഉപയോഗിക്കുന്ന അരി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പൊന്നിയരി ഇല്ലേ, പൊന്നിയരി, അതും വെച്ചാണ് ഇവർ ബിരിയാണി വെക്കണേ കേട്ടോ. ബിരിയാണി ആയാലും ഫ്രൈഡ് റൈസ് ആയാലും എല്ലാം നമ്മുടെ ഒരു അരി വെച്ച് തന്നെയാണ്. എക്സ്ട്രാ ബിരിയാണി റൈസൊന്നും നമ്മുടെ ബോട്ടിനകത്തില്ല കേട്ടോ. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്, ഈ ബോട്ടിൽ പച്ചക്കറി, സവാളയും തക്കാളിയും മുരിങ്ങയ്ക്ക് എല്ലാ സാധനങ്ങളും ഉണ്ട്. അതെല്ലാം ഫ്രഷും ആയിരിക്കും. ഇവരുടെ നാട്ടിൽ തന്നെ കൃഷി ചെയ്തുണ്ടാക്കണതാണ്. അങ്ങനെ അതേ മീൻ പീസ് കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇനി നമ്മൾ മസാല വരട്ടാനായിട്ട് പോകേണ്ട. ആദ്യം തന്നെ വറക്കാനായിട്ട് നമ്മൾ ഈ ചിക്കൻ 65 മസാല ഇല്ലേ, പല വീഡിയോനകത്തും ഞാൻ കാണിച്ചിട്ടുണ്ട്. മീൻ വറക്കാൻ നേരത്തും ചുക്കി ഉണ്ടാക്കാൻ നേരത്തും ഉപയോഗിക്കുന്ന ഈ ഒരു മസാല പാക്കറ്റാണ്. ഒരു 100 ഗിൽനെറ്റ് ബോട്ടിൽ നിന്നുണ്ടെങ്കിൽ ഒരു 80 എണ്ണത്തിലും ഇതുപോലത്തെ മസാല പാക്കറ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പം അതിൽ ഉപ്പെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഒരു 3-4 പാക്കറ്റ് അത് പൊട്ടിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മസാല ഇവിടെ റെഡി. പിന്നെ നല്ല തിളച്ചെണ്ണയിൽ മുക്കിപ്പൊരിച്ചെടുക്കേണ്ട താമസം മാത്രം കേട്ടോ. കാറ്റീന്ന് നമ്മ രക്ഷപ്പെട്ട് ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കേണ്ട. പോരുമ്പോഴും ചെറിയൊരു ആയ്പ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട്. ഈ മസാല ഇട്ട് ഈ മീൻ പൊരിക്കാനായിട്ട് ഈ എണ്ണയിലേക്ക് അങ്ങോട്ട് ഇടുമ്പോണ്ടല്ലോ, അപ്പൊ തന്നെ ഒരു സ്മെല്ല് അങ്ങോട്ട് വരും. നമ്മുടെ മൂക്കിലേക്ക് ഇങ്ങനെ അടിച്ചത് എന്നാ ടേസ്റ്റ് ആയിരിക്കുള്ളൂ എന്നറിയോ നമ്മിങ്ങനെ ആലോചിക്കുമ്പോ തന്നെ. പ്രത്യേകിച്ച് ഈ ചൂര കേര എന്നൊക്കെ പറയുന്ന മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വറക്കുമ്പോഴും നമ്മ അച്ചാറിടുമ്പോഴും ശ്രദ്ധിച്ചിട്ടില്ലേ, വെറുതെ വറുത്ത് വെക്കുമ്പോഴും ഒരു 3-4 പീസ് എടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കും. അങ്ങനെ ഓരോ സെറ്റ് മീൻ ഇങ്ങനെ വറുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അടുത്ത സെറ്റായിട്ട് ഇങ്ങനെ വറക്കാനായിട്ട് ഇട്ടിരിക്കുന്നുണ്ട്. ഇതാണ് കിച്ചൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചെറിയ സ്റ്റൗ ഉണ്ട്. പിന്നെ ഇങ്ങനത്തെയൊക്കെ സെറ്റപ്പ് ഉള്ളൂ കേട്ടോ. കേരള ബോട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിന്ന് ചെയ്യണം പാചകം. ഇതിനകത്ത് ഇരുന്ന് പാചകം ചെയ്യാട്ടാ. നോക്കിയാൽ നല്ല അലുവ കഷ്ണം പോലെ ഇരിക്കണം മീൻ വറുത്തിങ്ങനെ വെച്ചിട്ട്. അല്ലെങ്കിലും ആവശ്യ സമയത്ത് ഒരു ബോട്ട് പോലും എടുത്തു വരില്ല. കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ കാണിച്ച റഫ് ടൈമിന്റെ ആ ഒരു സമയത്താണ് ഈ ബോട്ട് വന്നിരുന്നെങ്കിൽ കാണാതെന്ന് ശരിക്കുള്ള കടലിന്റെ രൂപം എന്തായിരുന്നു എന്നുള്ളത്. സാരില്ല, ദിവസങ്ങൾ ഇനിയും ഉണ്ടല്ലോ. അടുത്തത് നമ്മൾ ബിരിയാണിയിലേക്ക് കിടക്കുകയാണ്. പാത്രം വെച്ച് അതിനകത്തേക്ക് ഓയിൽ ഒഴിച്ചിട്ട് പിന്നെ അതിലേക്ക് മസാല ഇടുകയാണ്. മസാലയിലേക്ക് നമ്മുടെ ഈ കറുകല, പിന്നെ ജീരകം, പിന്നെ അതേ ഒരു വെള്ള കളറുള്ള സംഭവം ഉണ്ട് ആ പാക്കറ്റിൽ. ഇതിടുമ്പോഴാണ് എന്തോ ഒരു പ്രത്യേകതരം മണവും അതുപോലെ ആ ഒരു ചോ വ്യത്യാസം എല്ലാം തന്നെ കറക്റ്റ് തമിഴ്നാട് സ്റ്റൈലാവണത്. ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതെന്താണ് കുക്കറി ഷോയ? അങ്ങനെ പലരും ചിന്തിക്കും. നമ്മുടെ ബോട്ടിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്താണോ അതങ്ങനെ പാടി തന്നെയുണ്ട. അൺകട്ട് സീൻ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ബാത്റൂമിൽ പോകണത് മാത്രമാണ് ഞാൻ കാണിക്കാത്തുള്ളൂ. ബാത്റൂമൊക്കെ ഉണ്ട് കേട്ടോ ബോട്ടിനകത്ത്. അതുപോലെ തന്നെ ഈ കുക്കിങ്ങും കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. ഒരു 4-5 സവാള എടുത്തിട്ടുണ്ട്. വലിയ സവാളയാണ്. അത് കട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഫ്രഷ്നെസ് നമുക്ക് മനസ്സിലാവും. പിന്നെ ഇവർ ഉപയോഗിക്കണ ഈ വെളുത്തുള്ളി ഉണ്ടല്ലോ, വലിയ വെളുത്തുള്ളിയാണ് ഇവർ ഉപയോഗിക്കുന്നത്. പിന്നെ എല്ലാം ഇവരുടെ നാട്ടിൽ തന്നെ കൃഷി ചെയ്ത് കൊണ്ടുപോകാനാണ്. 2 ബോട്ടുണ്ട് ഈ ഓണർക്ക്. അപ്പോൾ ഒരു ബോട്ടിൽ തന്നെ റേഷൻ വെക്കാനായിട്ട് ഏകദേശം 1 ലക്ഷം രൂപയുടെ അടുത്ത് വേണം കേട്ടോ. അപ്പോൾ എല്ലാ സെറ്റപ്പും കൊണ്ടാണ് നമ്മൾ കടലിലേക്ക് പോണത്. ഏകദേശം 1 മാസമൊക്കെ കടലിൽ നിൽക്കാനുള്ളതാണല്ലോ. അങ്ങനെ പച്ചമുളക്, സവാള, തക്കാളി ഇതെല്ലാം ഇട്ട് വഴറ്റി വന്നപ്പോഴേക്കും ബിരിയാണി മസാല അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടാ. അതുകൂടാണ്ട് കുറച്ച് മസാലപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് സ്റ്റിയറിങ്ങിലേക്ക് വരുമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ അങ്ങോട്ട് പോയി. അപ്പോഴേക്കും
വറുത്ത മീനെല്ലാം അതിലേക്ക് ഇട്ടിരുന്നിട്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ച്, പിന്നെ ഈ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, വെള്ളം കൂടി കഴിഞ്ഞാൽ പായസമായി പോകും ബിരിയാണി അരി. പിന്നെ ഉപ്പിട്ട് അതിനുശേഷം ഒന്ന് മൂടി വെച്ച് ഒന്ന് തിളപ്പിച്ച് തിള വരുമ്പോഴേക്കും നമ്മ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന അരി ഉണ്ടല്ലോ, അത് നേരെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അരിയെല്ലാം ഇട്ട് കഴിഞ്ഞപ്പോൾ ദൈവമേ ഇത് കുളമാവോ എന്നുള്ളൊരു തോന്നല്. വേറൊന്നുമല്ല, നാഗരാജൻ നമ്മളെ മുൾമുനയിൽ നിർത്തുമെന്നുണ്ടെങ്കിലും സംഭവം പുള്ളിക്കാരൻ കളറാക്കി തരോട്ടെ. അങ്ങനത്തെ കുറച്ച് മല്ലിയിലയും കൂടി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കണ്ടിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് ഇനി ഇതൊന്ന് മൂടി വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിച്ച് കഴിയുമ്പോൾ നാഗരാജൻസ് മാജിക് നമുക്ക് കണ്ടാലോ. ബാ സ്രാങ്ക് വയർലെസ്സിൽ കൂട്ടബോട്ടുകാരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വല മാത്രമല്ല കേട്ടോ, ഒട്ടുമിക്ക ബോട്ടുകളുടെ അവസ്ഥയും ഇത് തന്നെയാണ്. കടലിലേക്ക് ഇറങ്ങി കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ റേഞ്ച് പോകുന്നുള്ള കാര്യം നിങ്ങൾക്കറിയാലോ. പിന്നെ ആശയവിനിമയങ്ങളെല്ലാം നടത്തുന്നത് നമ്മുടെ ഈ കാണുന്ന വയർലെസ്സിലൂടെയുണ്ട്. സീസൺ ടൈമിലുള്ള കഷ്ടപ്പാടാണ് ഈ വല പെരണ്ട് വന്നത് അല്ലെങ്കിൽ ഈ പിരിഞ്ഞു വന്നത്. അതിനി റെഡിയാക്കി നിൽക്കുമ്പോഴേക്കും നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് എത്തും, ഉറങ്ങാനുള്ള സമയം കിട്ടൂല. ബോട്ടിന്റെ വീൽ ഹൗസിലേക്ക് മൊത്തം ബിരിയാണിയുടെ സ്മെല്ലാണ്ട് ഇങ്ങനെ അടിച്ച് കയറിക്കൊണ്ടിരിക്കണത്. നോക്കിയേ, വെള്ളമെല്ലാം പറ്റി നല്ല ഫിഷ് ബിരിയാണി ഇത് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണത്. നാഗരാജനൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയാണ് അരി വെന്തിട്ടുണ്ടാന്ന്. കുറച്ച് നേരം കൂടി ഒന്ന് വേവിച്ച് കഴിഞ്ഞാൽ ബിരിയാണി റെഡി ആയിട്ടാ. അങ്ങനെ നമ്മുടെ ബിരിയാണി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് ഒന്ന് തവ വെച്ച് ഇങ്ങനെ ഇളക്കി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാഗരാജനാണെങ്കിൽ നടക്കാനും പയ്യ, കാലില ഒരു സ്റ്റെപ്പർ വീണിട്ട് പുള്ളിക്കാരന് പയ്യെ ഇങ്ങനെ വെച്ചാണ് നടക്കുന്നത്. പിന്നെ അറിയാലോ, നമുക്ക് ഈ റഫ് ടൈമിലൊക്കെ പെരുമാറാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. പിന്നെ പുള്ളിക്കാരൻ്റെ വീട്ടിലെ സാഹചര്യവും അല്പം മോശമാണ്, അതുകൊണ്ടാണ് വയ്യാത്ത കാലം വെച്ച് പണിക്ക് വന്നേക്കണത്. നമ്മളെ കൊണ്ടാവുന്ന സഹായവും അതുപോലെ ബോട്ടിലെല്ലാവരും ഓണറും എല്ലാം നല്ല രീതിയിൽ നമ്മുടെ നാഗരാജനെ സഹായിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ ബോട്ട് ലക്ഷ്യസ്ഥാനത്തെത്തി ബോട്ടിന്റെ എഞ്ചിനെല്ലാം ഓഫ് ചെയ്ത് നമ്മൾ പാരച്ചൂട്ട് ഇട്ടിട്ടുണ്ട്. നൻപന്റെ ബിരിയാണി ചെമ്പ് പുറത്തേക്ക് എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് പൊട്ടിച്ച് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കാനായിട്ട് പോയിട്ടുണ്ട്. ഓപ്പൺ മാട് പിന്നെ கொஞ்சம் சாப்பிட்டு பார்ப்போம். என்ன வச்சு எப்பயுமே நல்லா இருக்குதா, எப்படி இருக்குன்னு பார்ப்போம். என்னடா இது, சுடுசுடா இருக்கும் பிரியாணி. ബിരിയാണി എല്ലാം കഴിച്ച് ഒരു 1/4 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടാവട്ടെ. കൃത്യം ഒരു 5 മണിയായപ്പോഴേക്കും നമ്മൾ കടലിലേക്ക് വല തട്ടാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇത് രാവിലെ കിട്ടിയ തെരണ്ടികളാണ് ഈ കിടക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതിന് സ്റ്റോർ റൂമിലേക്ക് ഇറക്കാത്തതെന്ന് ഞാനും ചിന്തിച്ച്. ഇതിങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ചീത്തായി പോവില്ലെന്ന് ഞാൻ സ്രാങ്കിനെ എടുത്ത് ചോദിച്ചു. പക്ഷേ അവർ പറഞ്ഞത് ഇത് കറുവാടിന് പോണാണ്, അതുകൊണ്ട് വലിയ വിഷയം ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. നമ്മുടെ ഈ ബോട്ട് കിടക്കണമൊക്കെ മൊത്തം അലങ്കോലമായിട്ടാണ് കിടക്കണം. കാരണം വല ഒരുപാട് പിരിഞ്ഞ് വന്നേക്കണതിൻ്റെ പേരിൽ അവിടെ ഇവിടെയൊക്കെ പിരിഞ്ഞ് കിടക്കുകയാണ്. കുറച്ച് പേര് അത് പിരിച്ചിൽ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്, 2 പേര് ചേർന്ന് വല ഇളക്കിക്കൊണ്ടിരിക്കേണ്ട. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയില് റാഡർ എന്നാണ് വായിൽ വന്നത്. ശരിക്കും റഡാർന്നാണ്ട, എൻ്റെ ഭാഗത്തുണ്ടായ മിസ്റ്റേക്കാണ്. അവര് റാഡർ എന്ന് പറഞ്ഞ് ഞാനും അങ്ങനെ ആയിപ്പോയി പറയണ കേട്ടാ.
അപ്പോൾ ഈ വലയുടെ രണ്ടറ്റത്തും റഡാർ നമ്മൾ ഇടില്ല. ഏതെങ്കിലും ഒരറ്റത്ത് മാത്രമേ റഡാർ ഇടുള്ളൂ. ഒരു ചേട്ടൻ ചോദിച്ചിരുന്നു ഈ വല മൊത്തം കടലിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾ കണ്ടുപിടിക്കുമെന്നുള്ളത്. ശരിക്കും 14 സെറ്റോളം വലയുണ്ട്. അതായത് ഒരു വല ഒരു സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1.5 നോട്ടിക്കലോളം നീളമുണ്ട്. വല ആദ്യം കടലിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം തന്നെ ഒരു കൊടിക്കമ്പ് വെറുതെ ഇടും, അതിൽ ലൈറ്റും ഉണ്ടാവും. പിന്നെ ആ വലയുടെ എൻഡിലായിട്ട് ഈ ചുമന്ന കളറിലൊരു സാധനം കണ്ട, അതാണ് റഡാർ എന്ന് പറയുന്നത്. AIS എന്ന് പറയും, ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം. ഇത് അതിൻ്റെ ഒപ്പം വലയുടെ എൻഡിലിടാൻ നേരത്ത് വല എവിടെ ഉണ്ടെന്നും വല എത്ര കോമ്പസിലാണ് കിടക്കണേന്നെല്ലാം നമുക്ക് GPS-നകത്ത് അറിയാൻ പറ്റും. ഈ AIS റഡാറിന് ഏകദേശം ഒരു 10,15,000 to 20,000 രൂപ വരെ റേറ്റ് ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി ഒരു സൺസെറ്റ് ആണ് ഈ കാണുന്നത്. നോക്കി, ഇതൊന്നും അല്ല കേട്ടോ, ഇതിപ്പോ മഴക്കാരുള്ളതിന്റെ പേരിൽ ചെറിയൊരു ഗോൾഡൻ കളറിലേക്ക് കയറിക്കണം. ചില സമയങ്ങളിൽ നല്ല ഓറഞ്ച് അല്ലെങ്കിൽ റെഡിഷ് കളറായിട്ട് വരാറുണ്ട്. ആ സമയമൊക്കെ ഒന്ന് കാണണം. ശരിക്കും നമ്മൾ അത്ഭുതത്തോടെ ചോദിച്ചു, ദൈവമേ പ്രകൃതിയിൽ ഇത്രയും നല്ല കാഴ്ചകളൊക്കെ ഉണ്ടായിട്ട് എന്തുകൊണ്ട് കാണാനായിട്ട് വൈകി എന്നുള്ളത്. അപ്പൊ ഞാൻ ബാക്കിൽ നമ്മുടെ ബോട്ടിന്റെ അമരത്തിരുന്ന് ഈ ഒരു സൺസെറ്റ് ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കേണ്ട. ചെറിയൊരു റോളിംഗ് ഉണ്ട്. ആ റോളിംഗിൽ കിടന്ന് ബോട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പയ്യെ ഇങ്ങനെ ചരിഞ്ഞുകൊണ്ടിരിക്കേണ്ട. നല്ല കാറ്റും ഉണ്ട്, കൊള്ളാം. രാത്രിയിലത്തേക്ക് കഴിക്കാനുള്ള ഭക്ഷണം നമ്മൾ നേരത്തെ റെഡിയാക്കി വെക്കട്ടെ. നാഗരാജനന്റെ ചോറ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ചോറ് ഊറ്റാനായിട്ട് കയ്യിലൊന്നും വേണ്ട, ഒരു പാത്രം എടുത്തിട്ട് അതിന്റെ മുകളിലേക്ക് റോപ്പ് ഇങ്ങനെ നല്ല സൂപ്പർ ഷേപ്പ് ഇങ്ങനെ വലിച്ച് കെട്ടി ഒരു ടയറിന്റെ മുകളിൽ ഇങ്ങനെ ചരിച്ച് വെക്കേണ്ട ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കന്നിയിലെ വെള്ളമെല്ലാം ഊറിപ്പൊക്കോളും. അങ്ങനെ ചോറ് ഊറ്റാനായിട്ട് വെക്കാണ്. അവിടെ ഒരു 3-4 മീൻ കിടക്കുന്നുണ്ട്. അതാണ് ഉടുപ്പൂരി കേട്ടാ. ഇന്ന് രാത്രിയിലത്തേക്ക് കറിക്കാ മീനുണ്ട. ഉടുപ്പൂരിയുടെ തൊലി ഒലിച്ചിട്ട് വേണം നമ്മൾ കഴിക്കാനായിട്ട്. കഴിച്ചവർക്ക് അറിയാൻ പറ്റും അതിന്റെ ടേസ്റ്റ് കേട്ടാ. നിങ്ങളുടെ നാട്ടിൽ കഴിക്കാറുണ്ടായില്ലേ എന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ. രാത്രിയിലത്തേക്ക് കഴിക്കാനായിട്ട് ഉടുപ്പൂരി വറുത്തത് മാത്രമല്ല കേട്ടാ, ഇവരുടെ ഫുഡിനകത്ത് എൻ്റെ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട 2 കാര്യങ്ങളാണ്. ഒന്ന് ചൂരച്ചുക്കയും, പിന്നെ ഈ വെക്കണ സാമ്പാർ. അതിന് വേണ്ടിയിട്ട് പരിപ്പെല്ലാം വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. സാമ്പാർ ഒരു രക്ഷയിലിട്ട് ഇവർ വെക്കണത്. പലർക്കും അറിയാൻ പറ്റും തമിഴ്നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഈ ദോശയുടെ ഒപ്പം അതുപോലെ ഇഡ്ഡലിയുടെ ഒപ്പം സാമ്പാർ കൂട്ടുമ്പോൾ ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു ടേസ്റ്റ് ഒന്നും പറയാനില്ല. അപ്പൊ ബീൻസ് പിന്നെ കത്രിക്ക എന്നാണ് ഇവർ പറയണ, നമ്മുടെ ബ്രിഞ്ചാളില്ലേ, അതെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. സാമ്പാർ എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരേണ്ട കാര്യമില്ല. എന്നാലും ഇവരുടെ ഒന്നും നമുക്ക് കണ്ടുനോക്കാം. പച്ചക്കറികളാദ്യം തന്നെ ഇട്ടേക്കേണ്ട. ബ്രിഞ്ചാള്, ബീൻസ്, പിന്നെ ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, ഇതെല്ലാം കൂടി നേരെ ആ ഒരു തിളവന്ന വെള്ളത്തിലേക്ക്, അതായത് പരിപ്പ് ഇട്ട് വേവിച്ച ആ ഒരു വെള്ളത്തിലേക്ക് ഇതെല്ലാം ഇട്ടേക്കേണ്ട. തക്കാളി, ചെറിയുള്ളി, പച്ചമുളക് ഇതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇടുന്നത് സാമ്പാർ പൊടിയുണ്ട്. ഇതെല്ലാം വെന്ത് കഴിഞ്ഞപ്പോഴേക്കും ആ പാത്രം മാറ്റി വെച്ച് ചെറിയൊരു ചട്ടി കയറ്റി അതിനകത്തേക്ക് എണ്ണ ഒഴിച്ച് കുറച്ച് വറ്റൽമുളകും അതുപോലെ സവാള, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചങ്ങോട്ട് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്ത പോലെ ഇങ്ങോട്ട് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട. അതേസമയം സാമിയണ്ണന്തയുടെ ഉടുപ്പൂരിയുടെ ഉടുപ്പെല്ലാം അഴിച്ചളഞ്ഞ് ഇവിടെ മീൻ വെട്ടിക്കൊണ്ടിരിക്കേണ്ട. പിന്നെ ഇത് നമ്മൾ കട്ട് ചെയ്ത് നല്ല കിടിലം മസാലയൊക്കെ പുരട്ടി വറുത്ത് കഴിക്കുമ്പോഴല്ലേ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എങ്ങനെയാണ് ഞാൻ പറയാം, നമ്മുടെ ഇതിൻ്റെ മുള്ളുൾപ്പെടെ നമുക്ക് കഴിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു മീനിട്ട. അത് കഴിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവും. കാരണം പലരും വിചാരിക്കും ഇത് പൊട്ട മീനാണ് അല്ലെങ്കിൽ ചീത്ത മീനാണ്, ടേസ്റ്റ് ഇല്ലാത്ത മീനാണ് ചിന്തിക്കും. പക്ഷേ സംഭവം സൂപ്പറാണ്.
അവസാനത്തെ സെറ്റ് വലയണ്ട ഈ ഇളക്കിക്കൊണ്ടിരിക്കണ ഏകദേശം ഒരു 8-9 മണിയടുക്കെ ആവാൻ പോണ്. അപ്പൊ ഞാൻ GPS-നകത്ത് കാണിച്ചുതരാം. നമ്മ ഇട്ടേക്കണ വലകളെല്ലാം GPS-നകത്ത് കാണാൻ പറ്റും. അതുപോലെ നമ്മുടെ തൊട്ടപ്പുറവും ഇപ്പുറമുള്ള ബോട്ടുകളുടെ നെറ്റ് വണ്ടി കാണുന്നത് കണ്ട, ആണ്ടവർ എന്നാണ് നമ്മുടെ ബോട്ടിന്റെ പേര്. അപ്പൊ അതെ, അപ്പുറം ഇപ്പുറമൊക്കെ നെറ്റുകൾ ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട്. ഓരോ ബോട്ടുകൾ തമ്മിൽ 1.5 നോട്ടിക്കൽ ഗ്യാപ്പ് ഉണ്ടാവും അവിടെ. അങ്ങനെ അതെ, പാരച്യൂട്ട് നമ്മ കടലിലേക്ക് തട്ടിയാണ്. പാരച്യൂട്ട് കടലിലേക്ക് ഇടുമ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം പിടിച്ച് ഇങ്ങനെ പയ്യെ നമ്മുടെ ബോട്ട് ഒഴുകി മാറുള്ളൂ. അല്ല ചില സമയങ്ങളിൽ കാറ്റൊന്നും ഇല്ലാത്ത സമയങ്ങളിൽ നമ്മൾ മലയിൽ തന്നെയാണ് റോപ്പ് കെട്ടി കിടക്കാറ്. ഇപ്പൊ റഫ് ടൈം ആയതിന്റെ പേരിലും പിന്നെ കാറ്റും അതുപോലെ നീരോട്ടൊക്കെ ഉള്ളതിന്റെ പേരിൽ ചിലപ്പോൾ വല നമ്മുടെ ബോട്ടിന്റെ പങ്കേമ തന്നെ കുടുങ്ങും. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ കുറച്ച് നീങ്ങിയിട്ട് പാരച്യൂട്ട് കടലിലേക്ക് തട്ടണേണ്ടി കാണുന്നത്. പാരച്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സീ ആങ്കർ എന്ന് പറയും. വെള്ളം വലിവിനനുസരിച്ച് പാരച്യൂട്ട് പയ്യെ ഇങ്ങനെ വിടർന്ന് വന്നാണ്ട. അത് കുറച്ചും കൂടി നമുക്ക് വെട്ടുണ്ടായിരുന്നെങ്കിൽ നല്ല രീതിയിൽ കാണാൻ പറ്റുമായിരുന്നു. ഇത് നോക്കിയേ, കുറെ നാളെത്തിയാണ്ട ചന്ദ്രനെ കാണുന്നത്. എന്തായാലും ഒരു ഫുൾ മൂൺ ഇല്ലെങ്കിൽ പോലും ഒരു ഹാഫ് മൂൺ നമുക്കിങ്ങനെ കിട്ടിയാണ്ട. കണ്ട, രാത്രി കടൽ ആസ്വദിക്കാനായിട്ടുണ്ടല്ല, സൂപ്പറാണ്. രാത്രി നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ബോട്ടിന്റെ എഞ്ചിനുകളെല്ലാം ഓഫ് ആയിരിക്കുള്ളൂ. വേറെ ശബ്ദങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ആകെ കേൾക്കുന്ന ശബ്ദം ഈ തിരമാലകൾ വന്ന് ബോട്ടിൽ ഇങ്ങനെ അടിച്ചു പോകണം, പിന്നെ കാറ്റിന്റെ ശബ്ദം തന്നെ ആയിരിക്കുള്ളൂ. എന്റെ പൊന്നോ, എന്താ സമാധാനം പറഞ്ഞറിയിക്കാനായിട്ട് പറ്റുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, 10,500 ആളുകൾ മുകളിൽ നിൽക്കുമ്പോൾ ആഴമുള്ള കടല്, 60 അടി നീളമുള്ള ബോട്ട്. പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? കൂട്ട ബോട്ടുള്ള 1.5 നോട്ടിക്കൽ മൈൽ അപ്പുറമാണ്. അത് ഓടി വരുമ്പോഴേക്കും നമ്മൾ കടലിലേക്ക് ചാടേണ്ടി വരും. ഈ ഇരുട്ടത്ത് കടലിൽ ചാടുമ്പോൾ രാവിലത്തെ പോലെയല്ല, പല വലിയ മീനുകളും രാത്രിയാണ് മേളിലേക്ക് വന്നത്. പിന്നല്ല നമുക്ക് എന്ത് പേടി. അങ്ങനെ ലൈറ്റ് എല്ലാം ഇട്ടിട്ട് വല പിടിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മുടെ പാരച്യൂട്ടാണ് വലിച്ചു തരുന്നത്. അപ്പൊ അതിന്റെ റോപ്പ് ഉണ്ട്. പാരച്യൂട്ട് വലിക്കുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം പിടിച്ചിരിക്കുന്ന സാധനം വലിക്കുമ്പോ ഇത് ഉടുക്കത്തെ വെയിറ്റ് ആവില്ല, ഇത് വലിഞ്ഞെങ്ങനെ വരുമെന്ന് നിങ്ങൾ ചിന്തിക്കും. പക്ഷെ പാരച്യൂട്ട് വലിക്കുമ്പോൾ പുറകിലൊരു റോപ്പ് ഉണ്ട്, പാരച്യൂട്ടിന്റെ പുറകിൽ. ആ റോപ്പാണ് നമ്മൾ വലിച്ച് വീഞ്ചിലേക്ക് കൊടുക്കണം. അപ്പൊ റിവേഴ്സ് ആണ് പാരച്യൂട്ട് ഇങ്ങനെ വലിച്ചെടുക്കുന്നത്. അപ്പൊ വെള്ളം പിടുത്തുണ്ടാവൂല. അതുകൊണ്ട് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ വീഞ്ചിൽ നമുക്ക് വലിച്ചെടുക്കാനായിട്ട് പറ്റോട്ടെ. ഇനിയുള്ള ജാക്സൺ സ്ട്രാങ്ങിന്റെ കാര്യങ്ങളാണ് ഈ കിടക്കണവരെല്ലാം വിളിച്ചെണീപ്പിക്കല്. എല്ലാവരും നല്ല ടയർഡായിട്ടാണ് കിടന്നത്. 1 മണിക്കൂർ 2 മണിക്കൂറേ മാക്സിമം ഉറങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് വിളിച്ചെണീപ്പിക്കല് അതൊരു വലിയ ചടങ്ങുള്ള പരിപാടി തന്നെയുണ്ട്. അപ്പൊ ആ കാര്യങ്ങളെല്ലാം ചെയ്യണത് നമ്മുടെ സ്ട്രാങ് ആണ്ട. അതൊന്ന് കാണാം നമുക്ക് എന്തായാലും. ஐயோ ஸ்டார் செத்துட்டு உங்களுக்கு இன்னைக்கு ஸ்டார் செத்துட்டு உங்களுக்கு இன்னைக்கு சரணா നീ എവിടെ സ്റ്റാർ എവിടെയാ? എന്തൊക്കെ ചെയ്തിട്ടും എണീക്കണ്ടായില്ലട്ടാ. ഒരു 10-15-20 മിനിറ്റോളം പോയിട്ടുണ്ടാവും ഇവരെയൊക്കെ എണീപ്പിക്കാനായിട്ട്. ഇവർ വന്നാലേ നമുക്ക് വല പിടിച്ച് കയറ്റാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒരാളൊക്കെ ചാടി എണീക്കും, ബാക്കിയുള്ളവരൊക്കെ ഭയങ്കര ടയർഡായിട്ട് ഇങ്ങനെ ഉറങ്ങിപ്പോവും. നൻപനെ പിടിച്ച് എണീപ്പിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ നടക്കണില്ല. അവസാനം ഹോൺ അടിക്കാൻ തുടങ്ങി. ഹോൺ എല്ലാ ബോട്ടിലും ഉണ്ടാവട്ടെ. എണീപ്പിച്ചൊന്നും വിടേണ്ട താമസം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം പടപടയെന്നും പറഞ്ഞാണ്ട് നമ്മുടെ പിള്ളേർ പണിയെടുക്കണത്. അങ്ങനത്തെ ആദ്യത്തെ സെറ്റ് വല എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ 2 ചൂര കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ സെറ്റ് വല നമ്മൾ എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അവസാനം കടലിലേക്ക് വിട്ട വലയായിരിക്കുള്ളൂ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ എടുക്കണേണ്ട. അപ്പൊ അതിൽ പൊതുവെ മീൻ കുറവായിരിക്കുള്ളൂ, കാരണം ഇട്ട് കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ നമ്മൾ എടുക്കണില്ല. അപ്പൊ എന്തായാലും ഇപ്പൊ 2-3 ചൂര ഇപ്പൊ വന്നിട്ടുണ്ട് കേട്ടോ നിലവില്. ഒരു 5-6 കിലോ ഉണ്ടാവും ഒരു ചൂര കേട്ടാ.
അപ്പൊ ഇതിനെ നമ്മ ബുള്ളറ്റ് ചൂര എന്നാണ് വിളിക്കണത്. ഇന്ന് സൂക്ഷിച്ചു നോക്കാൻ നേരത്ത് നിങ്ങൾക്കും അതിന്റെ ആ ഒരു ബുള്ളറ്റ് ആകൃതിയിൽ ഇരിക്കണ പോലെ തോന്നുന്നുണ്ട്. കണ്ട, ഇതാണ് ബുള്ളറ്റ് ചൂര. പിടിച്ച് ആദ്യത്തെ സെറ്റ് കഴിയാറായപ്പോഴേക്കും ചായ കുടിക്കാനായിട്ട് നമ്മുടെ കിച്ചൺ സൈഡിലേക്ക് വന്നിട്ടാ. ചായ കുടിക്കുമ്പോൾ ചെറിയൊരു ഉറക്കം വരവൊക്കെ മാറി കിട്ടും. അങ്ങനെ ചായ എല്ലാം കുടിച്ച് പിന്നെ വീണ്ടും പണി തുടങ്ങി. എന്താ പറയാ, പിന്നെ നമ്മ വല പിടിച്ചിട്ട് മീൻ എന്ന് പറയുന്ന സാധനം വന്നത് വളരെ കുറവാണ് ട്ടാ. എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വല മൊത്തം പിണഞ്ഞുരുണ്ടാണ് വന്നത്. പിന്നെ എല്ലാ വലയിലും ഇതുപോലെ ആമകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതൊന്നുമല്ല കേട്ടോ, അത്യാവശ്യം വലിപ്പമുള്ള ആമകളാണ്. കാണുമ്പോൾ നമുക്ക് പാവം തോന്നും. കാരണം ഇതിന് വേണ്ടി പിടിച്ചെടുക്കണമല്ല, ആമനെ പിടിക്കാൻ വേണ്ടി എടുക്കണമെന്നല്ല. ഇത് അബദ്ധം വെച്ചാൽ വന്ന് വലയെ കൊടുക്കണേണ്. അപ്പൊ തന്നെ നമ്മ വലയെന്ന് ഊരി ഈ സാധനത്തിനെ തിരിച്ച് കടലിലേക്ക് കളയും. ഇതിനെ വലയെന്ന് ഊരിയെടുത്ത് കടലിലേക്ക് കളയുമ്പോൾ പോലും ഒരു ഞാക്കുണ്ട് കേട്ടോ. ഒന്നാമത്തെ കാര്യം ഇതിന്റെ വായ നല്ല തത്തമ്മനെ കൂട്ടിരിക്കണ വായാണ്. ഒരു കടി അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഭാഗം അങ്ങോട്ട് പോട്ടെ. അത് മാത്രമല്ല ഇതിന്റെ 2 കൈയും കാലും ഒക്കെ ഉണ്ടല്ലോ, അവിടെ ചെറിയൊരു മുള്ളുണ്ട്. ആ ഒരു മുള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഈ കാലിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കൂല, പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ കൊണ്ടുകഴിഞ്ഞാലല്ല കീറി അങ്ങോട്ട് പോകും. അതുകൊണ്ട് തന്നെ ഇതിനെ വലയിൽ നിന്ന് അഴിക്കാൻ നേരത്തും കളയാൻ നേരത്തെല്ലാം സൂക്ഷിക്കണം. അപ്പോൾ ഒരു 3-4 നമുക്ക് അടുപ്പിച്ച് വലയിൽ വന്നിരുന്ന് ആ 3-4 തിരിച്ച് കടലിലേക്ക് കളഞ്ഞു. ഇത് നോക്കിയേ എത്ര സെറ്റ് വലയാണ് ഇതുപോലെ പിണഞ്ഞിങ്ങനെ വന്ന് മല പോലെ ഇവിടെ കൂട്ടിയിട്ടേക്കണേന്ന്. വീണ്ടും പിണഞ്ഞാണ്ട വന്നുകൊണ്ടിരിക്കണത്. എന്താണ് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളോട്ടം കൂടുതലായിരുന്നു. അതായത് വലയിട്ട് കഴിഞ്ഞപ്പോൾ വെള്ളത്തിന്റെ വലിവ് കൂടുതലായിരുന്നു. അങ്ങനെ സംഭവിച്ചാണ്. പിന്നെ ഇടക്ക് ഈ തെരണ്ടികൾ കയറി വരുമ്പോഴും ഇങ്ങനെ ചുരുട്ടിക്കളയും. പക്ഷെ തെരണ്ടി അങ്ങനെ വന്നിട്ടില്ല നമുക്ക്. ഇത് കൂടുതലും വല ഇങ്ങനെ പിണഞ്ഞു വന്നേക്കണതിന്റെ കാരണം വെള്ളത്തിന്റെ ഒഴുക്ക് കൂടുതലായതിന്റെ പേരിൽ മാത്രം വേണ്ട. പിന്നെ ഇതെല്ലാം റെഡിയാക്കി എടുത്തിട്ട് വേണം നമുക്ക് ഇന്ന് വൈകിട്ട് പോയിട്ട് വലയിടാനായിട്ട്. അപ്പൊ ഇതൊക്കെയാണ് ഈ പണിയിലുള്ള മെയിൻ ആയിട്ടുള്ള ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇത് നോക്കിയേ, കണ്ടിട്ട് തന്നെ തലയിറങ്ങണ്ടല്ലേ. ആ 1.5 ഞൊട്ടിക്കലുള്ള വലയണ്ട ഈ കാണുന്ന പോലെ ചുരുണ്ട് മൊത്തത്തിൽ വന്നേക്കണം. ഫുള്ള് ബോയേം അതുപോലെ ഇത്തപ്പക്കട്ടയും എല്ലാം പിണഞ്ഞു വന്നേക്കേണ്ട. ചില സമയങ്ങളിൽ കൊടിക്കമ്പുണ്ടല്ലോ, അത് ഇതിന്റെ ഇടയിൽപ്പെട്ട് ഒടിഞ്ഞുണ്ടായിട്ട്. പക്ഷെ നമുക്ക് ദൈവഭാഗ്യത്തിനൊന്നും പറ്റിയിട്ടില്ല. അതൊക്കെ ഒരു സെറ്റ് ബോയേം അതുപോലെ തന്നെ തെപ്പക്കട്ടെല്ലാം കിടക്കണം. നോക്കി കൊടിക്കമ്പും കിടക്കുന്നുണ്ട് അവിടെ. ഇനിയുള്ള പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെള്ളത്തിൽ നിന്ന് നമ്മ ബോട്ടിലേക്ക് കപ്പിയിലടിച്ച് കയറ്റണം. സാധാരണ നമ്മ വല പിടിച്ച് കയറ്റണ പോലെ അല്ല, മൊത്തത്തിൽ ചുരുണ്ടിടക്കണ വല കപ്പിയിലടിച്ച് കയറ്റണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കില്ല. അതുകൊണ്ട് ഞാൻ കടലിൽ ഇറങ്ങിയിട്ടുള്ളൊരു കാഴ്ച ഞാൻ അണ്ടർ വാട്ടർ വിഷ്വൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ നൻപനെ സ്രാങ്ക് പാമ്പേ എന്ന് വിളിച്ചപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ച്. നൻപന്റെ പേര് നാഗരാജൻ എന്നാണല്ലോ. ബോട്ടിൽ പുള്ളിക്കാരന്റെ പേരിട്ടാണ് നാഗപ്പാമ്പ് എന്നാണ്ട. അപ്പൊ ഈ പ്രാവശ്യം സീസൺ ടൈമിൽ പോയി കഴിഞ്ഞപ്പോ കുറച്ച് പുതിയ പിള്ളേരുണ്ടായിരുന്നു. പഴയ ആളുകൾക്കെല്ലാം അറിയാം പാമ്പെന്ന് വിളിച്ചു കഴിഞ്ഞാൽ നൻപനാണെന്ന്. പക്ഷെ ഈ പുതിയ പിള്ളേർക്ക് പാമ്പെന്ന് പറഞ്ഞാൽ ആരാന്നറിയില്ല. രാത്രി ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വല പിടിക്കാനായിട്ട് സ്രാങ്ക് എല്ലാവരും വിളിച്ചു കൊടുത്തല് നൻപനെ പാമ്പേ 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 എന്നാണ് വിളിച്ചത്. പിള്ളേരാണെന്നുണ്ടെങ്കിൽ ഉറക്കത്തിൽ പെട്ടെന്ന് പാമ്പെന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ നെറ്റി എണീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓട്ടോ വരുന്നുണ്ട്.
മറ്റേ ചോട്ടാ മുംബൈ സിനിമയിലെ കൂട്ട്. അങ്ങനെ വല കുറച്ചീച്ചെ നമ്മൾ ലോഡ് ചെയ്ത് ബോട്ടിലേക്ക് കയറേണ്ടി കാണണം. ചെയിൻ ബ്ലോക്ക് ഉണ്ട്. ചെയിൻ ബ്ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് സിമ്പിൾ ആയിട്ട് കയറ്റാം. പക്ഷെ ചെയിൻ ബ്ലോക്കിന് ഇത്ര നീളം കിട്ടണം എന്നാണ് ഇവർ പറഞ്ഞത്. ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോ ഇത് നമുക്ക് വെള്ളത്തിൽ കിടക്കുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലയുടെ വെയിറ്റ് ഇരട്ടിയായിരിക്കുള്ളൂ കരയിലുള്ളതിൽ. മൂന്ന് കപ്പിയാണ് നമ്മുടെ ഈ ബോട്ടിൽ ടോട്ടൽ ഉള്ളത്. ലെഫ്റ്റിലും റൈറ്റിലും പിന്നെ സെൻട്രലിലും ഇട്ടാ. ആദ്യം തന്നെ ഈ സൈഡിലെ കപ്പി വെച്ച് നമ്മ വല ഇങ്ങനെ പൊക്കി കുറച്ചു നേരം ഹോൾഡ് ചെയ്ത് നിർത്തും. അതിനുശേഷം സെൻട്രൽ കപ്പി കൊണ്ടുവന്നിട്ട് വലയിൽ കുടുക്കിയിട്ട് നേരെ ബോട്ടിലേക്ക് വലിച്ചേറ്റും. അത് കയറിനനുസരിച്ച് നമ്മ ഈ കപ്പി വിട്ട് കൊടുക്കൂട്ടാ. കപ്പി വലയെ കൊടുക്കാനിറങ്ങിയ അൻപനൊക്കെ പിന്നെ ഉറക്കമായിട്ടാ. ഇങ്ങനെ ബോയുടെ മുകളിൽ കയറി നീണ്ടു നീർന്നിങ്ങനെ കിടക്കണ് കടലിൽ. കണ്ട അവിടെ ഫോണും പിടിച്ച് വാവിളിച്ച് നിൽക്കാണ്ട് ഒരു കൈ പോയി സഹായിക്കടാന്നുള്ളൊരു കമന്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് പറയാണ്, ഇത് കയറ്റണ സമയത്തുള്ള കുറെ വീഡിയോ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. കാരണം അവരുടെ ഒപ്പം റോപ്പ് പിടിക്കാനായിട്ട് നിൽക്കിയിരുന്നു. അത്യാവശ്യം ആ കയറി വന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഇതിനകത്ത്. അതുമാത്രമല്ല, ഇങ്ങനെ നമ്മൾ വല എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് വെള്ളത്തിന്റെ അടിയിൽ കിടക്കണ വലയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കടലിന്റെ ഒഴുക്കിന് പോയിട്ട് ചിലപ്പോൾ പങ്കേമ ചുറ്റും. ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഈ ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകുന്ന സമയത്ത് നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഗിയർ ഇടുമ്പോൾ വല എവിടെയാണെന്ന് നോക്കിയിട്ട് വേണം ഗിയർ ഇടാനായിട്ട്. അല്ലെങ്കിൽ പങ്കേമ ചുറ്റി കഴിഞ്ഞാൽ പിന്നെ അത് ഇരട്ടിപ്പണിയാവട്ടെ. ഇത് നോക്കിയേ എത്ര ടൺ വെയിറ്റ് ആണെന്നറിയോ ഈ കയറി വന്നത്. 1.5 സെറ്റ് വലട ബോയണ്ടി കയറി വന്നത്. ഈ വല ഇങ്ങനെ ചുറ്റിപ്പിടിക്കാനായിട്ട് കടലിൽ ഒഴുക്ക് മാത്രമല്ല കേട്ടോ, അണ്ടർ വാട്ടർ വിഷ്വൽ കാണിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്ന? ആ വലയിനകത്ത് ഒരു തെരണ്ടി കിടക്കണ്ടായിരുന്നു. പുള്ളിക്കാരൻ കുടുങ്ങി കഴിഞ്ഞപ്പോൾ ഫാൻ കറങ്ങണ പോലെ കറങ്ങി ചുറ്റിച്ചളഞ്ഞാണ്ട് ഈ വല. അതും ഒരു കാരണമാണ്. പിന്നെ അതുപോലെ വെള്ളമൊഴുക്കും ഒരു കാരണവും. സത്യത്തിൽ ഗിൽനെറ്റ് ബോട്ടിന്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കമില്ലാത്ത പണിയാണ്. ഒരാൾ ഉറങ്ങണ ചിലപ്പോൾ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ആയിരിക്കുള്ളൂ ഒരു ദിവസം. ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ എത്ര കഷ്ടപ്പാടാണ് ഇവരുടെ ഈ പണി എന്നുള്ളത്. ഇനി ഈ വല നമ്മൾ ബോട്ടിലേക്ക് കയറ്റിയിട്ട് ഈ വല കരയിലെത്തുന്നതിന് മുമ്പേ തിരിച്ച് നോർമൽ കണ്ടീഷനിലേക്ക് ആക്കണം. അത് ഈ ബോയെല്ലാം മുടക്കെല്ലാം മാറ്റി ചിലതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് അങ്ങനെ നമ്മൾ റോപ്പൊക്കെ മാറ്റിയിട്ടിട്ടാണ് ഇതിനെ പഴയ ഒരു കണ്ടീഷനിലേക്ക് കൊണ്ടുപോകുന്നത്. പിന്നെ പലർക്കുള്ള സംശയമാണ്, ഇതുപോലെ ഡീപ് സീ ചാടാൻ നേരത്ത് വലിയ മീനുകൾ ഉണ്ടാവൂലേ, അത് അറ്റാക്ക് ചെയ്യുമെന്നൊക്കെ ഉള്ളത്. ചില മീനുകൾ ഡീപ് സീ കാണുന്ന ഓർഫിഷ് തുടങ്ങി. ഓർഫിഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പാമ്പാട പോലെ ഇരിക്കും, ഭയങ്കര നീളമുള്ള മീൻ. ഈ മീനെ കണ്ടു കഴിഞ്ഞാൽ ലോകം അവസാനിക്കും എന്നൊക്കെ പറയണ മീനില്ലേ, അത് തൊട്ട് നമ്മുടെ ഈ ജെയിൻ സ്ക്വിഡിന്റെ ചെറുത് വരെ നമുക്ക് ഈ ഗിൽനെറ്റ് വലയിൽ കിട്ടി. 1500 ഫാത്തം മീറ്റർ ആണ് ഇവിടെ താഴെ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതായത് 1500 ആളുകൾ മുകളിൽ നിൽക്കുമ്പോൾ ഒരു ഹൈറ്റ്. കിലോമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 2.74 കിലോമീറ്റർ ഉണ്ടാവും ഇവിടെ താഴോട്ട. ഇവിടെ വമ്പന്മാര് തൊട്ട് കൊമ്പന്മാര് വരെ ഉണ്ടാവും. കുറച്ചു മുമ്പ് ഒരു തിമ്മിങ്കിലും വന്നിങ്ങനെ സ്പ്രേ ചെയ്ത് പോയുള്ളൂ വെള്ളം. കുറച്ചും കൂടി കഴിയുമ്പോൾ ആൾ എവിടെയോ ഉണ്ട്, ഞാൻ വരുമ്പോൾ കാണിച്ചു തരട്ടെ നിങ്ങൾക്ക്. അങ്ങനെ എല്ലാ ടൈപ്പ് മീനുകളും ഈ കടലിൽ ഉണ്ടാവട്ടെ. പിന്നെ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ തന്നെ ഒരേ ഒരു സാധനമുള്ളൂ, വേറൊന്നുമല്ല, സ്രാവാണ്. അതെല്ലാ ടൈപ്പ് സ്രാവുകളും നമ്മൾ ഉപദ്രവിക്കില്ല. സ്രാവ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്ടറാണല്ലോ. പിന്നെ ഈ വെള്ളത്തിൽ അധികം നേരം കിടക്കുമ്പോഴും പെട്ടെന്ന് മീനുകൾ ഇങ്ങനെ ക്യാച്ച് ചെയ്തെടുക്കോട്ടെ. അങ്ങനെ പറയാൻ കാരണം വേറൊന്നുമല്ല കേട്ടോ, ഇതുവരെ അങ്ങനെ അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, കേട്ടറിഞ്ഞുള്ള ഒരു പരിചയം മാത്രം. കടലിൽ നമ്മൾ ചാടാൻ നേരത്ത് കുറച്ചേരം വെള്ളത്തിൽ കിടക്കുമ്പോഴേക്കും നമ്മുടെ ഉള്ളംകാലിൽ അഴുക്കൊക്കെ പോയി നന്നായിട്ട് ഇങ്ങനെ ക്ലീനായി തിളങ്ങി നിൽക്കും. ഈ തിളങ്ങിക്കണ സമയത്ത് അടിയിലെ മീനുകൾ മുകളിലേക്ക് വെക്കുമ്പോൾ ഈ തിളക്കം എന്താണെന്ന് അറിയാനായിട്ട് മുകളിലേക്ക് വരും. ചില മീനുകളൊക്കെ വന്ന് അറ്റാക്കും ചെയ്യോട്ടെ. അതുകൊണ്ട് ചിലവർ കടലിൽ ചാടാൻ നേരത്ത് കാലിന്റെ അടിയിൽ ഗ്രീസ് തേച്ചിട്ട് ഇറങ്ങും. അല്ലാന്നുണ്ടെങ്കിൽ സോക്സ്, ബ്ലാക്ക് കളറുള്ള സോക്സ് എന്തെങ്കിലും ഇട്ടിട്ട് കടലിലേക്ക് ഇറങ്ങും കേട്ടോ. ദേ കണ്ട അവിടെ സ്പ്രേ ചെയ്തണ്ട തിമ്മിങ്കലും ഉണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, പുള്ളിക്കാരന് ഇവിടെ എവിടെയോ ഉണ്ട്. അപ്പൊ ഒരു മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എവിടെയാണ് പൊന്തണേന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെ ഞാൻ നോക്കിക്കരുന്നു. പക്ഷെ ആളെ കിട്ടിയിട്ടാ, ചെറുതായിട്ട് ആ ഒരു സ്പ്രേയിങ് മാത്രം കിട്ടിയുള്ളൂ നമുക്ക്. ഇതേ നമ്മുടെ ബോട്ടിൽ നിന്ന് കുറച്ച് ദൂരമുള്ള അങ്ങോട്ടേക്ക്. അതിന് വേണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് വരെയും ചെയ്യാം. നമ്മളത് അവിടെയാണ് സാധനം മറിഞ്ഞെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെയാണ് നമ്മൾ കിടക്കുന്നത്. ഒരു സെറ്റ് വല, അതായത് ഏകദേശം 1.5 നോട്ടിക്കലോളം നീളം ഉണ്ടാവും. വെയിറ്റ് കരയെ കിടക്കുന്ന സമയത്ത്
1 ടണ്ണിന് മേളിലുണ്ട് കേട്ടോ. ഈ വല വെള്ളത്തിൽ കിടക്കുമ്പോഴുള്ള വെയിറ്റ് എന്ന് വെച്ചാൽ ഏകദേശം ഒരു 4-5 ടൺ വരെ കേട്ടോ. ആ വെള്ളത്തിൽ നിന്നാണ് നമ്മൾ ഈ സാധനത്തിനെ പൊക്കിയെടുത്തത് ഈ ബോട്ടിൽ കയറ്റിയേക്കണം. അപ്പൊ ഈ ഒരു സെറ്റ് വലയാണ് നമ്മുടെ ബോട്ടിൽ ഒരു ചെറിയ തെരണ്ടി കയറിയിട്ടാണ് അല്ലെങ്കിൽ വെള്ളത്തിന്റെ നീരോട്ടം കൊണ്ടാണെന്ന് അറിയില്ല ഇങ്ങനെ ചുറ്റിക്കറങ്ങിപ്പോയിട്ട് വലിച്ചു പൊക്കി ബാക്കി ഉണ്ടാകാണ്. അപ്പൊ ഇങ്ങനെ ചെറിയ കഷ്ടപ്പാടുകളൊക്കെ ഉണ്ട്. ചെറിയ കഷ്ടപ്പാടൊന്നും കേട്ടാ. ഏകദേശം ഒരു 2-3 മണിക്കൂറായി ഇതിന്റെ പുറകിൽ നമ്മൾ നിൽക്കണത്. ഇപ്പൊ അടുത്ത വലെടുക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെയാണ് അവസ്ഥയെന്ന് അറിയില്ല. അപ്പൊ അത് നമുക്ക് പോയി നോക്കാം. അപ്പൊ ഭക്ഷണം കഴിച്ചിട്ടില്ല ആരും. ഇപ്പൊ സമയം ഇപ്പൊ ഏകദേശം ഒരു 10 മണിയായി. 7 മണി 6:30 ആയപ്പോ തുടങ്ങിയാണ് ഈ പരിപാടി കേട്ടോ. അങ്ങനെ ഇന്നലത്തെ സാമ്പാറുണ്ട്, പിന്നെ നല്ല അടിപൊളി ചൂര ചുക്കയും റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് കഴിച്ചിട്ട് വരാം. ബോട്ടിന്റെ സൈഡിലായിട്ട് നൻപനും മാപ്പിളിരുന്ന് കഴിച്ചോണ്ടിരിക്കുന്നുണ്ടാ. മാപ്പിള എന്നാണ് ഞാൻ വിളിക്കണം. കാർത്തി എന്നാണ്ട പേര്. ഞാൻ മാപ്പിളയെന്ന് വിളിക്കും. ഞാൻ മാത്രമല്ല, ബോട്ടിലുള്ള എല്ലാവരും മാപ്പിള എന്നാണ് വിളിക്കണം. അടുത്ത വല എടുക്കാനായിട്ട് ഓടിപ്പോണതിന്റെ പേരിൽ എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. എല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ടീം വന്ന് കഴിക്കും, ബാക്കിയുള്ളൊരു വല പിടിക്കും. അങ്ങനെ മാറി മാറിയാണ്ട് കഴിക്കണത്. അപ്പോൾ കുറച്ച് പേര് ബോട്ടിൽ വീൽ ഹൗസിന്റെ ബാക്കിൽ വന്നിരിക്കുന്നുണ്ട്. വെയിലില്ലാത്ത സ്ഥലങ്ങൾ നോക്കി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കേണ്ട. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ സാമ്പാറിനെ പറ്റിയാണ്. സാമ്പാർ ഒരു രക്ഷയില്ല, നല്ല കിടിലൻ ടേസ്റ്റ് ഉണ്ട്. പിന്നെ ചുക്കട കാര്യം ഞാൻ ഇടക്കിടക്ക് പറയണേല്ല, അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി പറയണില്ല. പക്ഷെ സാമ്പാർ വേറെ ലെവലാണ്. ആദ്യം തന്നെ വല എടുത്തു കഴിഞ്ഞപ്പോ ഒരു 2-3 ചൂര വന്നു കഴിഞ്ഞപ്പോ വിചാരിച്ചു വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് വിചാരിച്ചു. ദേവന് അടുത്ത ട്രോഫി കേട്ടാ. റഡാറുള്ള ഭാഗത്തെ വലയാണ് നമ്മിപ്പോൾ എടുത്ത് ബോട്ടിലേക്ക് കയറ്റിയത്. ബാക്കിയുള്ളത് എവിടെയോ കടലിൽ ഒഴുകി കിടക്കുന്നുണ്ട്. കാരണം കപ്പലൊരെണ്ണം മൂളി കൂടെ പോയി കഴിഞ്ഞപ്പോൾ വല കട്ടാക്കി കൊണ്ട് പോയി. സാധാരണ കപ്പൽ വലയുടെ മൂളി കൂടെ പോകാൻ നേരത്ത് പങ്കേമ ചുറ്റി പിടിക്കേണ്ടതാണ്. പക്ഷെ പുള്ളിക്കാരൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പലിന്റെ മുന്നിൽ ആ വാട്ടർ കട്ടർമ കയറുമ്പോൾ തന്നെ വല 2ആയിട്ട് വിട്ടു പോകുന്നാണ് പറയുന്നത്. സ്രാങ്ങിനോട് ജോ പറഞ്ഞത്. അപ്പോൾ ഇത് നമ്മുടെ ഈ വല ഇപ്പം കണ്ടു കിട്ടിയിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിന്റെ ഒഴുക്ക് നോക്കിയാണ് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ മറ്റുള്ള ബോട്ടുകാരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇത്ര കോമ്പസി കിടക്കണ്ടെന്ന് അവര് പറഞ്ഞെന്ന്. വേറെ ബോട്ടുകാരൊന്ന് നമ്മുടെ വല എടുത്തിട്ട് പോയില്ലട്ടാ. അങ്ങനെ ആ വലയും വലിച്ചേറ്റി വലിയ മീനൊന്നും ഉണ്ടായില്ലട്ടാ. ഇന്നത്തെ ദിവസം നമുക്ക് കഷ്ടാലം പിടിച്ച ദിവസമാണ്. എന്തായാലും ഇന്ന് വൈകിട്ട് വലയിടാൻ നേരത്ത് നല്ലൊരു ക്യാച്ചിങ് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ അതെ, നമ്മുടെ സരവണനും ബാലണനും അപ്പുറത്തെ ബോട്ടിലായിരുന്നല്ല, അവരെ ആ ബോട്ടിൽ നിന്ന് ഈ ബോട്ടിലേക്ക് കയറ്റിയാണ്. അതുപോലെ ഈ ബോട്ടിലുള്ള 2 പേരെ അവരുടെ ബോട്ടിലേക്ക് വാക്കേണ്ട. അവരുടെ ബോട്ടിലും അതെ കുറച്ച് വല പിരിഞ്ഞാണ് വന്നേക്കണം. നമ്മുടെ ബോട്ടിന്റെ അത്ര ഇല്ലട്ടാ. സീസൺ ടൈമിലുള്ളൊരു മെയിൻ ആയിട്ടുള്ള കാഴ്ചയാണ് ഈ വല പിരിഞ്ഞു വന്നത്. അതവർക്ക് സിമ്പിളായിട്ട് നമ്മൾ കാണുമ്പോൾ വലിയൊരു മല പോലെ ഇങ്ങനെ വല കിടക്കണത് ഇതെങ്ങനെ റെഡിയാക്കുമെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിലും അവർക്കത് സിമ്പിളാണ്. വൈകുന്നേരത്തിനുള്ളിൽ കുറച്ച് വലയെങ്കിലും അവർ റെഡിയാക്കി നേരെ കടലിലേക്ക് ഇടോട്ടെ. ഞാൻ വേർക്ക് അത് അവരെടുക്കണ
അങ്ങ് കുതിച്ചിട്ടാങ്ങളാ കടല് കാണുമ്പോ നോർമലായിട്ട് കിടക്കണ്. പക്ഷേ ഒഴുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കണ പോലല്ല. നീന്തിക്കഴിഞ്ഞാല് തതോലെ തോന്നൂടാ. അതുകൊണ്ട് നേരെ കയറിട്ട് കൊടുത്തിട്ടുണ്ടാ. കയറപ്പോഴും ഇട്ട് കൊടുക്കണം. അങ്ങനെ സരോം ബാലണ്ണനും ബോട്ടിലേക്ക് കയറിയിട്ട ബാക്കിലേക്ക്, അതായത് വീൽ ഹൗസിന്റെ ബാക്കിലേക്ക് വന്നപ്പോൾ ഒരു സീൻ കണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി 2 മണിക്കൂറാണ് ഉറങ്ങിക്കണം. പിന്നെ ഈ നേരം വരെയും ഇവർ ഉറങ്ങിയിട്ടില്ല. ആ ഒരു ചെറിയൊരു സമയം കിട്ടിയപ്പോഴും എല്ലാവരും കിടന്നുറങ്ങിയിട്ടാ. അത്രക്ക് ടയർഡാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തരുടെ ജീവിതം. വീണ്ടും ഒരു കിടലിന് എപ്പിസോഡായിട്ട് കാണാം. ടാറ്റ.